ഹലോ ഗൈസ്, നിങ്ങൾ ഈ നട്ടപ്രാന്ത് പിടിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് തോന്നുന്നത് പുറത്ത് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണായ ബത്തേരി ടൗണിലോട്ട് പോയി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ബത്തേരി ടൗൺ. കാണണം കേട്ടോ, വയനാട്ടിലെ ടൗണാണ്, കാണണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് അസംഷൻ ചർച്ചിലോട്ടാണ്. ഇതെൻ്റെ ഇടവക പള്ളിയാണ്. അപ്പം നമ്മൾ വിചാരിച്ച് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ആദ്യം പള്ളിയിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥിച്ചേച്ച് പോകാമെന്ന്. അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് നേരെ പള്ളിയിൽ തൊട്ട് ഓപ്പോസിറ്റുള്ള ഷോറൂമായിട്ടുള്ള എസ് ഭാരത് വെഡിങ് കളക്ഷൻസിലോട്ട് പോയി. അവിടെ നിന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്കൊരു ചുരിദാർ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചുരിദാർ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അവരുടെ തന്നെ ഈ ഒരു ഓൺലൈൻ സെക്ഷൻ കാണുന്നത്. എൻ്റെ ദൈവമേ, അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അവിടെ. അപ്പം ഞാൻ എടുത്തതിനേക്കാളും എനിക്ക് ഇവിടെ ഉള്ളത് ഒന്നും കൂടി അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ചേട്ടനാണെങ്കിൽ വളരെ നല്ല ചേട്ടൻ, പിന്നെ ഒരുപാട് കളക്ഷൻസ് ആ ചേട്ടൻ പിന്നെയും കാണിച്ചു തന്നു. അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഡെസ്പായി പോയി ഗൈസ്. തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. എന്തായാലും നമ്മൾ അവിടുന്ന് ഒരു സെറ്റ് സംഭവമൊക്കെ എടുത്ത്, എനിക്കല്ലേലും ഒരു സെറ്റ് സംഭവമൊക്കെ എടുത്ത് അതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ചാടി തുള്ളി ഞാൻ പിന്നെ ഒരു ചായ കുടിക്കാൻ പോയി. ഇതും നമ്മുടെ ജലജ ബേക്കറിയാണ്. നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറിയാണ്. ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം കണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണിത്. ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ ബത്തേരിയിലും ഉണ്ട്. അപ്പം നമ്മൾ അവിടെയാണ് പോയത്. ഈ വയനാട്ടിൽ കടകളുണ്ടോ, മറ്റേ നല്ല നല്ല കോഫി ഷോപ്പുകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് കേട്ടോ ഇത്. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വേണം ടൗണിനെ പറ്റി സംസാരിക്കാൻ. ഓക്കെ, ദിസ് ഈസ് അവർ ബത്തേരി ടൗൺ. എന്ത് നല്ല ടൗൺ ആണെന്ന് നോക്കൂ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് എടുക്കാം. ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളിൽ കയറി കോഫിയും സാധനങ്ങളൊക്കെ കുടിച്ചങ്ങ് പോവാം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആ ചേട്ടനോട് യാത്ര പറഞ്ഞ് അവിടുത്തെ കാർഡൊക്കെ വാങ്ങിച്ചങ്ങോട്ട് ഇറങ്ങി. ഇനി ഞാൻ നിങ്ങൾക്ക് നോക്ക്, രാത്രിത്തെ വ്യൂ ആണ് ബത്തേരീൻ്റെ. എന്ത് രസമാണ് നോക്കുക. ആ താഴെയൊക്കെ മഴ പെയ്തതുകൊണ്ടുള്ള കുറച്ച് വെള്ളം അല്ലാണ്ട് ഒരു വേസ്റ്റ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ കേരള എന്ന് പറയുന്നത്. അടിച്ചു നോക്കിക്കോ, സംശയമുള്ളവർ ഗൂഗിളിൽ അടിച്ചു നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ബൈ കേട്ടോ. ഇനി ഞാൻ ഓവർ തുള്ളി കളിച്ചാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്താണ്. സോ ബൈ.